വെൽക്കം ടു JAL Kitchen. ഇന്നൊരു കാട റോസ്റ്റ് റെസിപ്പിയാണ്. കാടയുടെ മുട്ടയും മാംസവും ചുമ, ശ്വാസം മുട്ട് പോലുള്ള അസുഖങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ്. ചിക്കന് പകരം ഇടയ്ക്കൊക്കെ കാട കഴിക്കുന്നത് നല്ലതാണ്. ഈ കാട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ 5 കാടയാണ് എടുത്തിരിക്കുന്നത്. ഓരോന്നും രണ്ടായി നെടുകെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുപോലെ. ആദ്യം ഇതിലേക്കായിട്ടുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ കാടയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. വറുത്ത് പൊടിച്ച ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത്രയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ കാടയിലേക്ക് പിടിപ്പിക്കണം. കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്മിക്കൊടുത്ത് മസാലയെല്ലാം എല്ലാ മസാലയും എല്ലാ ഭാഗത്തും എത്തണം. ആ രീതിക്ക് നല്ലതുപോലെ തിരുമ്മി കൊടുക്കുക. നല്ലതുപോലെ തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഒത്തിരി നേരമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. ഈ മാംസത്തിന് അത്രയും കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് മസാലയ്ക്ക് പിടിച്ചോളും. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടാകുമ്പോഴേക്കും ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സൈഡിലൊന്നും അത് പറ്റിപ്പിടിക്കാതിരിക്കും. എന്നിട്ട് അതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഓയിലിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് മീൻ, ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുമ്പോഴേക്കും നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എണ്ണ തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പീസസ് ഇടുമ്പോഴേക്കും നമ്മളൊരു സ്പൂണെങ്ങാനും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം ഇതൊന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോ പീസും മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, അപ്പോൾ അടുത്ത സൈഡ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിലേക്കിട്ട് എല്ലാ പീസസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഈ പീസസൊക്കെ ഒന്ന് നിരത്തി വയ്ക്കുക. ഒന്നിന് പുറത്ത് ഒന്ന് വരാത്ത രീതിയിൽ എല്ലാം സെപ്പറേറ്റായിട്ടൊന്ന് നിരത്തി വയ്ക്കുക. അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് നേരത്തെ പോലെ ഒരു 7-8 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം തുറന്ന് നോക്കുമ്പോഴേക്കും ഈ കാടയിൽ നിന്നൊക്കെ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. ആ വെള്ളം ഒന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിലേക്കായിട്ട് ഓപ്പണായിട്ട് തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും ഡ്രൈ ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതിയാവും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് അവസാനമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവാള നൈസായിട്ട് കട്ട് ചെയ്ത് കൈ കൊണ്ട് തന്നെ തിരുമ്മി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. പൊടിയില ചേർക്കുന്നത് ഹോളായിട്ടുള്ള പെരുംജീരകം 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത്രയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി നേരം ഒന്ന് വഴറ്റരുത്, ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് മതിയാവും. സവാളയൊന്നും കുക്കായി പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. സാധാരണ നമ്മൾ എണ്ണയിലിട്ട് സവാളൊക്കെ വഴറ്റിയൊക്കെയാണ് ചെയ്യാറ്. ഇത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോഴേക്കും നമ്മുടെ കാട റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.